ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മൈക്രോ എക്കണോമിക് മോഡലാണ്. മൈക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്, കൺസെപ്റ്റാണ് ഹൗസ് ഹോൾഡ് ടൈം അലോക്കേഷൻ മോഡൽ. ബിഫോർ ദാറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എക്കണോമിക്സ് സംബന്ധിച്ച എല്ലാ ടോപ്പിക്സും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൗസ് ഹോൾഡ് ടൈം അലോക്കേഷൻ മോഡലാണ്. അപ്പോൾ മെയിനായിട്ടും സാധാരണഗതിയിൽ കൺസംഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മണി ആയിട്ടാണ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഡീഷണൽ എക്കണോമിക്സ്റ്റൊക്കെ കൂടുതലും യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, മണി, ഇൻകം അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ മോഡേൺ എക്കണോമിസ്റ്റുകളുടെ ടൈമിൽ നോക്കുമ്പോൾ ഈ കൺസംഷന് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ടൈം എന്നുള്ളൊരു ഇൻപുട്ടും കൂടെ ആഡ് ചെയ്യുന്നതായിട്ട് അവർ കാണുന്നു. അപ്പോൾ അവർ പറയുന്നത് ടൈം എന്നുള്ള ഈ സ്കേഴ്സ് റിസോഴ്സും കൂടെ ഈ കൺസംഷൻ ഡിസിഷൻ്റെ ബേസിസാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ടൈം അലോക്കേഷൻ മോഡലാണ് ഹൗസ് ഹോൾഡ് ടൈം അലോക്കേഷൻ മോഡൽ. ഇത് പ്രൊപ്പോണ്ട് ചെയ്തത് ഗാരി എസ് ബെക്കറാണ്. 1992 നോബൽ പ്രൈസ് വിന്നർ ആയിരുന്നു ഗാരി എസ് ബെക്കർ. അപ്പോൾ എ തിയറി ഓഫ് അലോക്കേഷൻ മോഡൽ എന്നുള്ള കൺസെപ്റ്റ് 1965 കൊണ്ടുവന്നു. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺസ്യൂമേഴ്സിൻ്റെ കൺസംഷൻ ഡിസിഷൻ്റെ കൂടെ ടൈം എന്നുള്ള വേരിയബിൾ ആഡ് ചെയ്യുന്നുണ്ട്. ടൈം എന്നുള്ള വേരിയബിൾ തന്നെയല്ല, നമ്മളൊരു കാര്യം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ടൈം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ സൗകര്യം അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ കൺസെപ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ തിയറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Household time allocation model is propounded by Gary S. Becker, a theory of allocation model, 1965. Consumption decisions are constrained by the time needed in the various consumption activities. Becker uniquely merged good consumption with time used in the production of household activities. A consumer chooses the amount of time spent at work and how the time not spent at work, that means leisure, is allocated to the consumption of different goods. ഹൗസ് ഹോൾഡ് ടൈം അലോക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് ഗാരി എസ് ബെക്കർ പ്രൊപ്പോണ്ട് ചെയ്ത ഒരു തിയറിയാണ്. കൺസംഷൻ ഡിസിഷൻസ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് ബൈ ദ ടൈം നീഡഡ് ഇൻ ദ വേരിയസ് കൺസംഷൻ ആക്ടിവിറ്റീസ്. കൺസംഷൻ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ, വേരിയസ് കൺസംഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന സമയം, അതിനെയാണ് ഈ കൺസംഷൻ ഡിസിഷൻ്റെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് ബെക്കർ കൊണ്ടുവന്നിരിക്കുന്നത്. ഗുഡ്സ് കൺസംഷനെ ടൈമിനെയും കൂടെ മെർജ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാധനം അല്ലെങ്കിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് അറ്റ് വർക്ക് ആൻഡ് ഹൗ ദ ടൈം നോട്ട് സ്പെൻഡ് അറ്റ് വർക്ക്. എങ്ങനെയൊക്കെയാണ് ഈ ടൈം, എത്രത്തോളം സമയം നമുക്ക് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം സമയം വർക്ക് ചെയ്യാതിരിക്കാം, അങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ അലോക്കേഷനിലാണ് കൺസംഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി ഫങ്ഷൻ ഡിപ്പെൻസ് ഓൺ. അപ്പോൾ നമുക്ക് ഇതിനെ യൂട്ടിലിറ്റി ഫങ്ഷനായിട്ട് എടുത്തിട്ട് ഇതിന് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ ബണ്ടിൽ ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് എക്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് നോൺ വർക്ക് ടൈം ഓർ ലെഷർ. ഈ കൺസ്യൂമറിൻ്റെ യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ബണ്ടിൽ ഓഫ് ഗുഡ്സ് കൺസ്യൂം ചെയ്തിരിക്കുന്ന ബണ്ടിൽ ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് നോൺ വർക്ക് ടൈം ഓർ ലെഷർ, വർക്ക് ചെയ്യാതിരിക്കുന്ന സമയം, അതിന് ലെഷർ അതിനെ എൽ എന്നും കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം കൺസ്യൂമറിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സൽ എന്നുള്ള ഫസ്റ്റ് കൺസ്ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൺസ്യൂമർ ഈസ് ഫേസ്ഡ് വിത്ത് ടു കൺസ്ട്രെയിൻസ്, ഹിസ് ഇൻകം ആൻഡ് ദ ടൈം ബജറ്റ്. രണ്ട് തരം കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻകം അതുപോലെ തന്നെ ടൈം ബജറ്റും. അപ്പോൾ നമുക്ക് ഇൻകത്തിൻ്റെ കാര്യം എടുത്തുകൊണ്ട് സിഗ്മ പി ഐ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഇസഡ് പ്ലസ് എം ബാർ. രണ്ടാമത്തെ ഇക്വേഷൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിഗ്മ പി ഐ എക്സ് ഐ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് എത്രത്തോളം ഗുഡ്സ് പർച്ചേസ് ചെയ്തു ആൻഡ് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മേഷൻ, അതിനാണ് സിഗ്മ പി ഐ എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ സിഗ്മ പി ഐ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്താകും? അതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പെൻഡിച്ചർ, കൺസ്യൂമേഴ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ ഈ ഇൻകത്തിൽ ഒതുങ്ങി നിൽക്കണം, കൂടാൻ പാടില്ല, കുറയാനോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആയിട്ടിരിക്കണം. അപ്പോൾ ഇനി ഡബ്ല്യു ഇൻറ്റു ഇസഡ് പ്ലസ്
എം ബാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് W എന്ന് പറയുന്നത് വേജ് റേറ്റ്, ഇസഡ് ലെങ്ത് ഓഫ് ടൈം സ്പെൻഡ് അറ്റ് വർക്ക്, എത്രത്തോളം സമയം വർക്കിൽ എൻഗേജ് ചെയ്യുന്നു, അതിനെ സ്പെൻഡ് ചെയ്യുന്നു, അതിനെയാണ് ഇസഡ്. ഇനി എം ബാർ എന്ന് പറഞ്ഞാൽ നോൺ വർക്ക് ഇൻകം ഫ്രം ഷെയർസ്, ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് ഗവൺമെൻറ് സബ്സിഡീസ്. ബോൺസിൽ നിന്നും ഷെയറിൽ നിന്നും ഒക്കെ കിട്ടുന്ന, അതായത് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ സമയം ആവശ്യമില്ലാതെ വർക്ക് ചെയ്യാതെ കിട്ടുന്ന നോൺ വർക്ക് ഇൻകം എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അത് എം ബാർ കൊണ്ട് സൂചിപ്പിക്കുന്നു. എം എന്ന് പറയുന്നത് അടുത്തത് മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിന് കിട്ടുന്ന ഇൻകത്തെ എം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ദ സിഗ്മ പി ഐ എക്സ് ഐ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻകം ആൻഡ് ഇറ്റ് ഈസ് ലെസ്സർ ഓർ ഈക്വൽ ടു എം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ എഗെയിൻ ഈ എം എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തത് W, Z ആൻഡ് എം ബാറിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. The next constraint with respect to time. The consumer in any given period of length T is constrained by his time budget, T equal to Z plus L. That is the time he allocated between work and leisure, that is working time plus leisure time. The problem of the consumer is to maximize his utility subject to the two constraints. Maximization of utility of Excel subject to equation 2 and equation 3 by choice of commodity Excel and S, Z. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2 കൺസ്ട്രെയിൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് പറയുന്നത് ടൈമിനെയാണ്. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ദ കൺസ്യൂമർ ഇൻ എനി ഗിവൺ പീരീഡ് ഓഫ് ലെങ്ത് T ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ഹിസ് ടൈം ബജറ്റ്, T ഈക്വൽ ടു Z പ്ലസ് L. ദാറ്റ് ഈസ് ദ ടൈം ഹി അലോക്കേറ്റഡ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ലെഷർ. ഈ ടൈം എന്ന് പറയുന്നത് വർക്കും അതുപോലെ തന്നെ ലെഷറിലേക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും വർക്കിംഗ് ടൈം പ്ലസ് ലെഷർ ടൈം. അതിനെയാണ് ഈ ടോട്ടൽ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ടി എന്ന് പറഞ്ഞാൽ ടൈം ബജറ്റ്, അതിൽ Z പ്ലസ് L. നേരത്തെ കണ്ടു Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ടൈം സ്പെൻഡ് അറ്റ് വർക്ക്, അപ്പോൾ വർക്കിംഗ് ടൈം ആയിരിക്കും Z. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഷർ ടൈം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മേഷൻ ആയിരിക്കും ടോട്ടൽ ടി, അതായത് ടൈം ബജറ്റ് എന്ന് പറയുന്നത്. ദ പ്രോബ്ലം ഓഫ് ദ കൺസ്യൂമർ ഈസ് ടു മാക്സിമൈസ് ഹിസ് യൂട്ടിലിറ്റി സബ്ജക്ട് ടു ദ 2 കൺസ്ട്രെയിൻറ്റ്സ്. ഈ കൺസ്യൂമറിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക ഈ 2 കൺസ്ട്രെയിൻസ് വെച്ച്. അതായത് ആദ്യത്തെ നമ്മൾ കണ്ടു ഇൻകം, അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈം. ഇത് രണ്ടും കൂടെ സബ്ജക്റ്റ് ചെയ്ത് 2 കൺസ്ട്രെയിൻസും കൂടെ മാക്സിമൈസ് ചെയ്ത് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് എക്സൽ എങ്ങനെ പറ്റും? അപ്പോൾ സബ്ജക്റ്റ് ടു ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടെ കൺസെപ്റ്റ് ചെയ്ത് ബൈ ചോയ്സ് ഓഫ് കമ്മോഡിറ്റി എക്സൽ ആൻഡ് എസ്. അത് കമ്മോഡിറ്റിയുടെ അനുസരിച്ച് അതിനെ അതിനെ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അസ്യൂം ദാറ്റ് L ആൻഡ് M ആർ ഫിക്സഡ്. കൺസ്യൂമർ മാക്സിമൈസസ് യൂട്ടിലിറ്റി ഓഫ് എക്സൽ സബ്ജക്ട് ടു ഇക്വേഷൻ 2 ബൈ ചോയ്സ് ഓഫ് X. The optimal X in the first stage problem depends on the prices of goods and levels at which M and L are fixed. Assuming that the prices of goods are constant, the optimal X depending on the levels of M and L. That is X star equal to function of ML for substituting equation 4 in 1. Utility maximization U star equal to U of ML. Constant goods prices utility will depend on the amount of leisure and consumers income. അപ്പം അടുത്ത ഒരു ഇതിലേക്ക് പോയി. അസ്യൂം ദാറ്റ് L ആൻഡ് M ആർ ഫിക്സ്ഡ്. കൺസ്യൂമർ മാക്സിമൈസസ് യൂട്ടിലിറ്റി ഓഫ് എക്സൽ സബ്ജക്ട് ടു ഇക്വേഷൻ 2 ബൈ ചോയ്സ് ഓഫ് X. എല്ലും എമ്മും ഫിക്സ്ഡ് ആണെന്ന് കരുതുക. കൺസ്യൂമർ മാക്സിമൈസസ് യൂട്ടിലിറ്റി ഓഫ് എക്സൽ സബ്ജക്ട് ടു ഇക്വേഷൻ 2 ബൈ ചോയ്സ് ഓഫ് X. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് W ഇൻറ്റു Z പ്ലസ് M ബാർ. അത് വെച്ച് നോക്കുമ്പോൾ ഈ ചോയ്സ് ഓഫ് X അത് ചെയ്തുകൊണ്ട് മാത്രമാണ് മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് എക്സൽ സാധ്യമാകുള്ളൂ. അപ്പോൾ ദ ഒപ്റ്റിമൽ എക്സ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് പ്രോബ്ലം ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് ലെവൽസ് അറ്റ് വിച്ച് M ആൻഡ് L ആർ ഫിക്സ്ഡ്. എക്സിൻ്റെ ഒപ്റ്റിമാലിറ്റി എപ്പോഴാണ് പറ്റുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ലെവൽസ് അറ്റ് വിച്ച് M ആൻഡ് L ആർ ഫിക്സ്ഡ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൈസും അതിൻ്റെ ലെവലും അതുപോലെ തന്നെ എമ്മും എല്ലും ഫിക്സ്ഡ് ആയിരിക്കുമ്പോൾ അങ്ങനെ കൺസെപ്റ്റ് വെച്ചേക്കുവാണ്. അപ്പോൾ അസ്യൂമിങ് ദാറ്റ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആർ കോൺസ്റ്റൻറ്റ്, ദ ഒപ്റ്റിമൽ എക്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽസ് ഓഫ് M ആൻഡ് L. ഈ നമുക്ക് കിട്ടുന്ന ഈ മാക്സിമൈസേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എമ്മിൻ്റെയും എല്ലിൻ്റെയും ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. എക്സ് സ്റ്റാർ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ML, അതായത് ഫോർത്ത് ഇക്വേഷനാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 in 1. ഈ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, അതായത് U സ്റ്റാർ ഈക്വൽ ടു U ഓഫ് ML
കോൺസ്റ്റൻറ്റ് ഗുഡ്സ് പ്രൈസ് യൂട്ടിലിറ്റി വിൽ ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ലെഷർ ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻകം. ഈ കോൺസ്റ്റൻറ്റ് ഗുഡ്സ് പ്രൈസസ് യൂട്ടിലിറ്റി, അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ മാക്സിമം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ലെഷറിനെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇൻകത്തെയും, അപ്പോൾ ഇപ്പോൾ മാറി വന്ന് എമൗണ്ട് ഓഫ് ലെഷറിനെയും അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ഇൻകത്തെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. L and Z choose to maximize U star ML subject to equation 2 and 3. Equation 3, that is T equal to Z plus L, the time constraint. L equal to T minus Z. Substituting L in U star gives U star equal to U of M T minus Z. Sixth equation, the marginal utility of work time is the negative of the marginal utility of leisure time. The optimal allocation between leisure and work by maximizing U star. അതായത് എൽ ആൻഡ് ഇസഡ്, എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഷർ ടൈമും അതുപോലെ തന്നെ ഇസഡ് വർക്കിംഗ് ടൈമും മാക്സിമൈസ് ചെയ്യുന്നത് യു സ്റ്റാർ എം എൽ. യു സ്റ്റാർ യൂട്ടിലിറ്റി ഓഫ് എം എൽ ആകുമ്പോഴാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 2 and 3 സബ്ജക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ടി ഈക്വൽ ടു ഇസഡ് പ്ലസ് എൽ. അപ്പോൾ നമ്മുടെ ടൈം ബജറ്റ് എങ്ങനെയാവും? ടി ഈക്വൽ ടു ഇസഡ് പ്ലസ് എൽ ആണ് ടൈം കൺസ്ട്രെയിൻ. അതും കൂടെ നമ്മളിവിടെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എൽ എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാവും? ടി മൈനസ് ഇസഡ് ആവും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എൽ ഇൻ യു സ്റ്റാർ ഗീവ്സ്, അപ്പോൾ നമുക്ക് ഈ യു സ്റ്റാറിലേക്ക് ഈ എൽ ഈക്വൽ ടു ടി മൈനസ് ഇസഡ് എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നേരത്തെ യൂട്ടിലിറ്റി ഓഫ് എം എൽ ആണല്ലോ നമ്മൾ കണ്ടത്. ഈ എല്ലിൻ്റെ സ്ഥാനത്ത് ടി മൈനസ് ഇസഡ് ആക്കുന്നു. അപ്പോൾ യു സ്റ്റാർ ഈക്വൽ ടു യു ഓഫ് എം ടി മൈനസ് ഇസഡ് ആവുന്നു. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്ക് ടൈം ഈസ് ദ നെഗറ്റീവ് ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ലെഷർ ടൈം. അപ്പോൾ എന്തായി? ഈ മാർജിനൽ വർക്ക് ടൈമിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ലെഷർ ടൈമിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവാണ്. അപ്പോൾ ദ ഒപ്റ്റിമൽ അലോക്കേഷൻ ബിറ്റ്വീൻ ലെഷർ ആൻഡ് വർക്ക് ബൈ മാക്സിമൈസിങ് യു സ്റ്റാർ. ഈ ലെഷറിൻ്റെയും വർക്കിൻ്റെയും ഒപ്റ്റിമൽ അലോക്കേഷനാണ് ഈ മാക്സിമൈസിങ് യു സ്റ്റാർ എന്ന് പറയുന്നത്, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഹൗസ് ഹോൾഡ് ടൈം അലോക്കേഷൻ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് കൺസംഷൻ ഡിസിഷൻ, അതായത് കൺസ്യൂമേഴ്സിൻ്റെ കൺസംഷൻ ഡിസിഷനിലേക്ക് ടൈം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ചേർത്ത് വയ്ക്കുന്നു. അതാണ് മെയിനായിട്ടും. അങ്ങനെ നോക്കുമ്പോൾ കൺസ്യൂമറിന് ഈ ഇൻകവും അതുപോലെ തന്നെ ടൈമും എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലമാണ് അവിടെ വരുന്നത്. ആ പ്രോബ്ലത്തെ മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി വെച്ച് ചെയ്തു വരുമ്പം അങ്ങനെയാണ് ഈ കൺസ്ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ടൈം അലോക്കേഷൻ, ടൈം ബജറ്റ് നോക്കുമ്പോൾ ടൈം ബജറ്റ് എന്നുള്ള കൺസ്ട്രെയിനിൽ വരുന്നത് വർക്കും അതുപോലെ തന്നെ ലെഷർ ടൈമും, വർക്ക് ടൈമും ലെഷർ ടൈമും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ തിയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിയറി വളരെ സിമ്പിളാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും തിയറീസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.